PM ശ്രീ പദ്ധതി കത്തിക്കയറുകയാണ്. ഇന്നത്തെ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ CPI ഇപ്പോൾ മുന്നണി വിടും എന്ന തരത്തിലാണ് വാർത്തകൾ നൽകിയിരിക്കുന്നത്. CPI മുന്നണി വിടില്ല എന്ന് ഏതാണ്ട് ഇന്നലെ തന്നെ ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പദ്ധതി ഒപ്പിടുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തേണ്ടതായിരുന്നു. ആ ഒരു പോരായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. CPI NEP നടപ്പിലാക്കില്ല എന്ന് ഇതിനകം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും CPM നേതാക്കളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെ മുഖവിലക്കെടുക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പറയുകയും ചെയ്തിരുന്നു. തർക്കം മറ്റൊന്നുമല്ല, എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്നതാണ്. മുന്നണി മര്യാദ അവിടെ ലംഘിക്കപ്പെട്ടു എന്നതാണ് CPIയുടെ വാദം. അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് LDF നേതാക്കൾക്ക് ഉള്ളത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് KC വേണുഗോപാൽ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, ദേശീയ നേതാവാണ്. അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള MP കൂടിയാണ്. 2 ദിവസം മുമ്പ് KC വേണുഗോപാൽ ഒരു പ്രസ്താവന നടത്തി. അത് PM ശ്രീ പദ്ധതിയെ കുറിച്ചാണ്. അതിനുശേഷം അദ്ദേഹത്തെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. എവിടെയാണ് അദ്ദേഹം ഉള്ളത് എന്ന് പോലും അറിയില്ല. കേരളത്തിലുണ്ടോ, അതല്ല ദില്ലിയിലാണോ, അതല്ല ബീഹാറിലാണോ എന്നാണ് അറിയേണ്ടത്. കോൺഗ്രസിന്റെ പ്രതിരോധം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടിയ നല്ലൊരു ആയുധം, അത് ഒരു വടിയായി CPM നേതാക്കളുടെ കയ്യിൽ കൊടുത്ത് ഇപ്പോൾ അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. KC വേണുഗോപാൽ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും അത്രമാത്രം കോൺഗ്രസിന് UDFന് ദ്രോഹകരമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. PM ശ്രീ പദ്ധതിയെ കുറിച്ച് തന്നെയാണ്. എന്താണ്? PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ടിരിക്കുന്നു. BJPയും CPM തമ്മിലുള്ള ഡീലാണ്. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഡീലാണ് നടന്നിരിക്കുന്നത്. പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിൻവാങ്ങണം. ഇത് BJPയുടെ രാഷ്ട്രീയം കേരളത്തിൽ വളർത്തുന്നതിനു വേണ്ടി, അവരുടെ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രസ്താവനയിലൂടെ പുറത്തു വന്നത് KC വേണുഗോപാലിൽ നിന്നും. അപ്പോൾ തന്നെ KC വേണുഗോപാലിന്റെ ഈ പ്രസ്താവന വലിയ വാർത്തയായി, ചർച്ചയായി. മാധ്യമങ്ങളെല്ലാം വലിയ കാർഡുകളൊക്കെ ഇറക്കി പ്രചാരണം കൊടുക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അപ്പോഴാണ് മറ്റൊരു കാര്യം ഉയർന്നു വന്നത്. അതാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത്. PM ശ്രീ പദ്ധതിയിൽ ആദ്യം ഒപ്പിട്ട ഒരു സംസ്ഥാനമുണ്ട്. അത് രാജസ്ഥാനാണ്, എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടാണ് എന്നും അറിയാം. അന്ന് KC വേണുഗോപാൽ അവിടുത്തെ രാജ്യസഭാംഗമാണ്, രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. അദ്ദേഹം രാജ്യസഭാംഗമായിരിക്കെ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഒപ്പിട്ടിരുന്നു PM ശ്രീ പദ്ധതിയിൽ നിന്ന് എല്ലാവർക്കും വ്യക്തമായും അറിയാം. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KD ബല്ല അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ബുലാക്കി ദാസ് കല്ല, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന BD കല്ലയുടെ പ്രസ്താവന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ബുലാക്കി ദാസ് കല്ല എന്ന BD കല്ലയാണ് രാജസ്ഥാനിലെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ആദ്യം ഒപ്പിട്ടത്? രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, അസം, ചണ്ഡീഗഡ്, ദാദ്ര, നാഗർ ഹവേലി, ഗുജറാത്ത്, ഹരിയാന, ജമ്മു കാശ്മീർ, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മേഘാലയ, ഉത്തർപ്രദേശ് എന്നിവയാണ് കേന്ദ്രവുമായി ഒപ്പിട്ടത്. അതിൽ സംസ്ഥാനങ്ങളുണ്ട്, കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. ഇതിൽ ഒന്നാം സ്ഥാനത്താണ്. എന്ന് വെച്ചാൽ ആദ്യം ഒപ്പിട്ട സംസ്ഥാനമാണ് രാജസ്ഥാൻ. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയിൽ പറയുന്നത് PM ശ്രീ സംരംഭത്തിന് കീഴിൽ രാജസ്ഥാനിലെ 402 സർക്കാർ സ്കൂളുകളെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ മലയാള രൂപമാണ്. ഇത് പ്രകാരം ഏത് സംസ്ഥാനത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പരമാവധി സ്കൂളുകളുടെ എണ്ണമാണ് രാജസ്ഥാനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇതുപ്രകാരം ഏത് സംസ്ഥാനത്തു നിന്നും തിരഞ്ഞെടുക്കാവുന്ന പരമാവധി സ്കൂളുകളുടെ എണ്ണമാണിത്. PM ശ്രീ പ്രകാരം അടിസ്ഥാന സൗകര്യങ്ങൾക്കും നവീകരണത്തിനുമായി ഓരോ സ്കൂളിനും 2 കോടി രൂപ നൽകും. സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിൽ അശോക് ഗെഹ്ലോട്ട് സർക്കാരിന്റെ വിജയത്തെയാണ് ഇത്രയധികം സ്കൂളുകൾ PM ശ്രീ പദ്ധതിയിൽ തെരഞ്ഞെടുത്തത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി BD കല്ല മാധ്യമങ്ങളോട് പറഞ്ഞു എന്ന വാർത്ത. അന്ന് രാജസ്ഥാനിലെ രാജ്യസഭാംഗമാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം അങ്ങ് മുങ്ങിയത്, പിന്നെ പൊങ്ങിയിട്ടില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന് വലിയ അടി കൊടുത്തിട്ടാണ് KC വേണുഗോപാൽ മുങ്ങിയത്. പക്ഷെ തന്ത്രപരമായി നീങ്ങിയിരുന്നു VD സതീശൻ. എന്താണ് പറഞ്ഞത്? ഫണ്ട് വാങ്ങിക്കണം, അത് കേരളത്തിന് അവകാശപ്പെട്ടതാണ്.
SSKയുടെ ഫണ്ട്, സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ല. അത് തെറ്റായ നടപടിയാണ്. അത് വാങ്ങിയെടുക്കുക തന്നെ വേണം. പക്ഷേ NEP നടപ്പാക്കരുത്. അതാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്, ശിവൻകുട്ടി ചെയ്തത്. ഫണ്ട് കിട്ടാൻ ഒപ്പിട്ടു, പക്ഷേ NEP നടപ്പാക്കില്ല. സംസ്ഥാന സിലബസ് തന്നെയായിരിക്കും പഠിക്കുക എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. അത് മുഖവിലക്കെടുക്കുന്നുണ്ട് ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ. സഖാവിൻ്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി CPI CPM തർക്കം തീർന്നിട്ടുണ്ട്. അത് വീണ്ടും കത്തിച്ച് നിർത്തേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങൾക്കും UDF-നും ആവശ്യമാണ് എന്നതുകൊണ്ട് മാത്രമാണ് കത്തിച്ച് നിർത്താൻ ശ്രമിക്കുന്നത്. നാളത്തോടുകൂടി അതിൻ്റെ കാറ്റ് തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം 5ഉം 6ഉം പേജുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഈ വാർത്തയ്ക്ക് വേണ്ടി എന്നുകൂടി ഓർക്കണം. 10-14 പേജുള്ള പത്രത്തിൻ്റെ ഏകദേശം ഒരു 1/4% പേജുകൾ മാറ്റിവെച്ചിട്ടുണ്ട് ഈ വാർത്തയ്ക്ക് വേണ്ടി മാത്രം എന്നുകൂടി ഓർക്കണം. അത് അവരുടെ താല്പര്യമാണ്. പക്ഷേ UDF-ന് വലിയൊരു ആയുധമാണ് കയ്യിൽ കിട്ടിയിരുന്നത്. അത് ഒടിച്ചു കളഞ്ഞു KC വേണുഗോപാൽ എന്നാണ് VD സതീശൻ വിഭാഗം ഇപ്പോൾ ആരോപിക്കുന്നത്.